Hi dears, welcome back to my flower. Today we are discussing Horace and his concepts on literature. We have already done Plato, Aristotle and their concepts of literature. ഇവിടെ ഹൊറൈസ് അതേപോലെ അദ്ദേഹത്തിൻ്റെ പോയട്രിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ലിറ്റററി ക്രിറ്റിസിസം എന്ന പേപ്പറിലെ മെയിൻ ടോപ്പിക്കുകളാണ് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, ഹൊറൈസ് തുടങ്ങിയവർ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Here we are discussing Horace and his concepts on literature. Quintus Horatius Flaccus, popularly known as Horatius, was a Roman poet and satirist. പ്രശസ്തനായ റോമൻ എഴുത്തുകാരനാണ്, കവിയാണ്, അതേപോലെ തന്നെ സറ്റേറിസ്റ്റ് ആണ്. സറ്റേറിസ്റ്റ് മീൻസ് ആക്ഷേപഹാസ്യം എഴുതുന്ന വ്യക്തിയാണ് ഹൊറൈസ്. ആൻഡ് ഹിസ് വേഴ്സസ്, എസ്പെഷ്യലി ആസ് പോയറ്റിക്ക, എപ്പിസൽ ടു ദി പിസോസ്, സ്കെച്ചസ് ഹിസ് വ്യൂസ് ഓൺ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പോയട്രി. അദ്ദേഹത്തിൻ്റെ ആസ് പോയറ്റിക്ക മീൻസ് ദ ആർട്ട് ഓഫ് പോയട്രി. ഈ കൃതിയിൽ അദ്ദേഹം പോയട്രിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. He belonged to the Augustan age, that is the golden age in Roman history. റോമൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് അഗസ്റ്റ് സീസറിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമകാലീനന്മാർ വെർജിൽ, ഓവിഡ്, അതേപോലെ തന്നെ ലെവി, പ്രൊപ്പേഷ്യസ്, ടിബുലസ് തുടങ്ങിയവരായിരുന്നു. ആർസ് പോയറ്റിക്ക ഇസ് റിട്ടൺ ഇൻ വേഴ്സ് ജസ്റ്റ് ലൈക്ക് അലക്സാണ്ടർ പോപ്സ് എസ്സേ ഓൺ ക്രിറ്റിസിസം. അലക്സാണ്ടർ പോപ്പിൻ്റെ ക്രിട്ടിക്കൽ റൈറ്റിംഗ് ആണ് എസ്സേ ഓൺ ക്രിറ്റിസിസം. അതേപോലെ തന്നെ ആ ഒരു കൃതിയെ പോലെ തന്നെ വേഴ്സ് രൂപത്തിൽ, കവിതാ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു വർക്കാണ് ആസ് പോയറ്റിക്ക. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഹിസ് ഫ്രണ്ട് പിസോസ് ആൻഡ് ഹിസ് 2 sons ആസ് എ പീസ് ഓഫ് അഡ്വൈസ് ഓൺ പോയറ്റിക് കോമ്പോസിഷൻ. അത് ഒരു ഉപദേശം എന്ന രീതിയിലാണ് എഴുതപ്പെട്ടത്. അതായത് തൻ്റെ സുഹൃത്തായ പിസോസ് എന്ന വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കും ഉപദേശം നൽകുന്ന രീതിയിലാണ് ഈ ആർസ് പോയറ്റിക്ക എന്ന കൃതി എഴുതപ്പെട്ടത്. Horace called it Epistle to the Pisos, but it was Quintilian who named it Ars Poetica. ഈ കൃതിക്ക് ഹൊറൈസ് പേര് നൽകിയത് എപ്പിസൽ ടു ദ പിസോസ് എന്നാണ്. പക്ഷേ ക്വിൻറ്റീലിയൻ എന്ന എഴുത്തുകാരനാണ് ആർസ് പോയറ്റിക്ക, ദ ആർട്ട് ഓഫ് പോയട്രി എന്ന പേര് കൊടുക്കുന്നത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ആൻഡ് സോ ഇറ്റ് ഈസ് കോൾഡ് ദ ബൈബിൾ ഓഫ് ക്ലാസിസം ഇൻ ഇംഗ്ലീഷ്. മിഡിൽ ഏജ്, അതായത് 1066 to 1500 AD, ഈ ഒരു കാലഘട്ടമാണ് മിഡിൽ ഏജ് എന്നറിയപ്പെടുന്നത്. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് എന്നീ 3 കാറ്റഗറി ഉണ്ട്. 3 ആയിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ മിഡിൽ ഏജ്, അതായത് 1066 മുതൽ 1500 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈ കൃതി വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. എഴുത്തുകാരിൽ ഈ കൃതി വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ബൈബിൾ ഓഫ് ക്ലാസിസം ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ബൈബിൾ ഓഫ് ക്ലാസിസം എന്ന് ഈ കൃതി അറിയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഹിസ് വ്യൂസ് ഓൺ പോയട്രി. കവിതയെക്കുറിച്ച് ഹൊറൈസ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ആർസ് പോയറ്റിക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 parts: poiesis or subject matter, poema or form, and poeta, that is the point. 3 ആയിട്ട് ഈ കൃതി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും. അതിലൊന്ന് പോയസിസ് എന്ന ഭാഗമാണ്, ദാറ്റ് മീൻസ് ദ സബ്ജക്റ്റ് മാറ്റർ. നെക്സ്റ്റ് വൺ പോയന, ദാറ്റ് മീൻസ് ഫോം, ആൻഡ് പോയറ്റ മീൻസ് ദ പോയിറ്റ്. ഇറ്റ് റിവീൽസ് പോയട്രി, ഇറ്റ്സ് നേച്ചർ, ഫങ്ഷൻ, ലാംഗ്വേജ്, പോയറ്റിക് സ്റ്റൈൽ ആൻഡ് ഡ്രാമ. ഈ കൃതിയിൽ ഒരു കവിത എങ്ങനെയായിരിക്കണം, അതിൻ്റെ പോയറ്റിക് സ്റ്റൈൽ എന്തായിരിക്കണം, സബ്ജക്റ്റ് മാറ്റർ എന്തായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ നാടകം, ആ ഒരു കാലഘട്ടത്തിൽ നാടകം അല്ലെങ്കിൽ കവിത ഇതൊക്കെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. ടു ഹൊറൈസ്, ദ ഫങ്ഷൻ ഓഫ് പോയട്രി വാസ് ടു ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്റ്റ്. നമ്മൾ നേരത്തെ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ അവരുടെ കോൺസെപ്റ്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. പ്ലാറ്റോ പറയുന്നത് ഒരു ഡൈഡാക്റ്റിക് രൂപത്തിലുള്ളതായിരിക്കണം കവിത. എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിലായിരിക്കണം കവിത എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അതേപോലെ തന്നെ പ്ലഷർ ഗിവിങ് ആയിരിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്നു, ഹൊറൈസ് പറയുന്നത്, ദ ഫങ്ഷൻ ഓഫ് പോയട്രി വാസ് ടു ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്റ്റ്. സന്തോഷം കൊടുക്കണം, അതോടൊപ്പം തന്നെ അതായത് പ്ലഷർ ഗിവിങ് ആയിരിക്കണം,
അതോടൊപ്പം തന്നെ ഇറ്റ് ഷുഡ് ഇൻസ്ട്രക്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഡൈഡാക്റ്റിക് ഇൻ നേച്ചർ. എന്തെങ്കിലും ഒരു മെസ്സേജ് ആ വായനക്കാർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കണം കവിത. Poets should try to please and improve at the same time, try to unite agreeable and the profitable. എഴുത്തുകാർ അല്ലെങ്കിൽ കവികൾ അവർ വായനക്കാരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ, ഇതൊക്കെ കവിതയിലൂടെ അവർ നൽകണം. സന്തോഷം കൊടുക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈഡാക്റ്റിക് ആയിരിക്കണം. ദ ചാം ഓഫ് പോയട്രി ലൈസ് നോട്ട് ഇൻ മിയർ ബ്യൂട്ടി ബട്ട് ഇൻ ദ പോയറ്റ്സ് പവർ ടു ടച്ച് ദ റീഡേഴ്സ് സോൾ. ഇനി കവിതയുടെ ആത്മാവ് അല്ലെങ്കിൽ കവിതയുടെ ആ ഒരു സൗന്ദര്യം എന്നത് വെറും പ്ലഷർ ഗിവിങ്ങിലോ അല്ലെങ്കിൽ ആ പുറമേയുള്ള സൗന്ദര്യത്തിലൊന്നും അല്ല, മറിച്ച് ഈ എഴുത്തുകാരന് വായനക്കാരൻ്റെ ആത്മാവിൽ തൊടാൻ കഴിയണം. അവിടെയാണ് കവിതയുടെ വിജയം. ഹൊറൈസ് സേസ് ദാറ്റ് ദ സബ്ജക്റ്റ് ഓഫ് പോയട്രി ഷുഡ് ബി സിമ്പിൾ. ഹൊറൈസ് പറയുന്നത് ഈ പോയട്രിയുടെ വിഷയം വളരെ ലളിതമായ വിഷയമായിരിക്കണം, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള വളരെ ലളിതമായ സബ്ജക്റ്റ് ആയിരിക്കണം. ലൈക്ക് പ്ലാറ്റോ, ഹൊറൈസ് സേസ് ദാറ്റ് ദ പ്രൈമറി സോഴ്സ് ഓഫ് പോയട്രി ഷുഡ് ബി നേച്ചർ ബട്ട് പോയറ്റ്സ് ക്യാൻ ഇമിറ്റേറ്റ് അതർ ഓതേഴ്സ് ടു. ഹൊറൈസ് പറയുന്നു ഈ പ്രൈമറി സോഴ്സ്, പ്രധാന ഉറവിടം പ്രകൃതി തന്നെ ആയിരിക്കണം, അതായത് പ്രകൃതിയിൽ നിന്നുള്ള സബ്ജക്റ്റ് ആയിരിക്കണം, പ്രകൃതി വിഷയങ്ങളായിരിക്കണം കൂടുതലും കവിതയിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളും വിഷയമാക്കാം എന്നും അദ്ദേഹം പറയുന്നു. സൗണ്ട് ജഡ്ജ്മെന്റ് ഈസ് എ ബേസിസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓർ ഗുഡ് റൈറ്റിംഗ്. ഒരു നല്ല എഴുത്തിൻ്റെ അടിസ്ഥാനം ഗുഡ് ജഡ്ജ്മെന്റ് ആണ്. ആൻഡ് എ പോയറ്റ് ഷുഡ് നോ ലിറ്റററി ട്രഡീഷൻ ആൻഡ് റെസ്പെക്ട് ഇൻഹെറിറ്റഡ് ഫോംസ് ആൻഡ് കൺവെൻഷൻസ്. ഒരു കവി ഒരു ലിറ്റററി ട്രഡീഷൻ, സാഹിത്യപരമായിട്ടുള്ള നമ്മളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന ആളായിരിക്കണം, അത് അറിയുന്ന ആളായിരിക്കണം. അതോടൊപ്പം തന്നെ ഹി ഷുഡ് റെസ്പെക്ട് ഇൻഹെറിറ്റഡ് ഫോംസ്, നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ആ കവിതാ ശ്രേണികൾ, അതായത് കവിതയിലെ ബ്രാഞ്ചസ്, അതിനെയൊക്കെ അംഗീകരിക്കുന്ന ആളായിരിക്കണം. അതേപോലെ തന്നെ ഹി ഷുഡ് റെസ്പെക്ട് ദ കൺവെൻഷൻസ് ഓഫ് പോയട്രി. ഒരു കവിതയുടെ കൺവെൻഷൻസ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ആ ഒരു ഫോം, അതിനെയൊക്കെ അംഗീകരിക്കുന്ന വ്യക്തിയായിരിക്കണം കവി. ദെൻ ഹിസ് വ്യൂസ് ഓൺ പോയറ്റിക് ഡിക്ഷൻ. ഇനി ഹൊറൈസ് പോയറ്റിക് ഡിക്ഷൻ എന്തായിരിക്കണം അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അക്കോർഡിംഗ് ടു ഹൊറൈസ്, ദ ഫങ്ഷൻ ഓഫ് പോയട്രി ഈസ് ടു എക്സ്പ്രസ് മാൻസ് എക്സ്പീരിയൻസസ്. മനുഷ്യൻ്റെ അനുഭവങ്ങളായിരിക്കണം കവിതയിൽ വെളിപ്പെടേണ്ടത്. അതായിരിക്കണം ഒരു കവിതയുടെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഷുഡ് ടീച്ച് അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു ഡൈഡാക്റ്റിക് നേച്ചർ ആയിരിക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണപാഠം കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം കവിത. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പീപ്പിൾസ് എക്സ്പീരിയൻസസ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കണം കവിത ഉണ്ടാകേണ്ടത്. ആൻഡ് ഹി ഇൻസിസ്റ്റ് ദാറ്റ് ദ വൊക്കാബുലറി ആൻഡ് മീറ്റർ ഷുഡ് ബി ചോസൺ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വൊക്കാബുലറി, അതേപോലെ തന്നെ മീറ്ററും, ആ കവിതയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൻ്റെ മീറ്റർ, അതൊക്കെ സബ്ജക്റ്റിന് അനുയോജ്യമായതായിരിക്കണം. ഹി വാൺസ് അഗെയിൻസ്റ്റ് എക്സ്ട്രാവാഗൻറ്റ് ഇംപ്രോബബിലിറ്റീസ് ആൻഡ് ഇൻകോൺഗ്രിഗ്വിറ്റീസ്. അതായത് ഇംപ്രോബബിലിറ്റി മീൻസ് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ വാരി വലിച്ചെഴുതാൻ പാടില്ല, അതായത് മനുഷ്യന് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. അതേപോലെ തന്നെ അസാധ്യമായ കാര്യങ്ങൾ, മനുഷ്യൻ്റെ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കണം കവിത. Then there should be consistency, coherence and continuity. ഈ പോയറ്റിക് ഡിക്ഷനിൽ ഒരു യുണീക്ക് നേച്ചർ ഉണ്ടാകണം, ഒരു ഹോൾ നേച്ചർ, ഒരു അതായത് കഷ്ണം അല്ല, അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ളതല്ല, മറിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാകണം, വാക്കുകളുടെ ഒരു പൊരുത്തം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുണ്ടാകണം. അതേപോലെ തന്നെ കണ്ടിന്യൂറ്റി, ആ ഒരു തുടർച്ച ഉണ്ടാകണം. ഒരു വരി കഴിഞ്ഞിട്ട് മറ്റു വരിക്ക് അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകണം, അല്ലാതെ രണ്ട് വരികൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാകരുത് കവിത. ത്രൂ ടയർലെസ് എഫേർട്ട് ആൻഡ് എമുലേഷൻ ഓഫ് worthy models, writers can refine and polish their writing and can attain highest possible standards. ഇനി അദ്ദേഹം പറയുന്നു, ടയർലെസ് എഫേർട്ട്, ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് എഫേർട്ടിലൂടെ, തുടർച്ചയായിട്ടുള്ള പ്രയത്നങ്ങളിലൂടെ, ആൻഡ് എമുലേഷൻ ഓഫ് worthy മോഡൽസ്, നല്ല നല്ല മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട്, എ പോയറ്റ് ക്യാൻ റീറ്റെയിൻ ഹിസ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്.
ഒരു കവിതയ്ക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഗുണം നിലനിർത്താൻ കഴിയുന്നത് പ്രയത്നത്തിലൂടെ, അതേപോലെ തന്നെ നല്ല മോഡലുകൾ സ്വീകരിച്ചിട്ടൊക്കെ ആ ഒരു കവിതയ്ക്ക് ഒരു ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കും. ഹി കൺസിഡേഴ്സ് പോയട്രി ആസ് ആൻ ഓർഡിനറി പാർട്ട് ഓഫ് ലാർജർ പോയറ്റിക് പ്രോസസ്. പോയട്രി എന്നത് ഒരു കാവ്യശ്രേണിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പിക്ക്, ഡ്രാമയിലെ കോമഡിയും ട്രാജഡി ഇതൊക്കെ ഒരേ സ്ട്രീമിൽ വരുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഒരേ സ്ട്രീമിലാണ് കണക്കാക്കിയിരുന്നത്. പെയിൻറ്റിങ്, സ്കൾപ്ചർ ഇതൊക്കെ ഒരേ ശ്രേണിയിലാണ് കണക്കാക്കിയിരുന്നത്. സോ അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലിറ്റററി ട്രഡീഷൻ. Then poets were respected for the service that they rendered to the society for teaching their duty to the family and the society. സമൂഹത്തോടും കുടുംബത്തോടുമുള്ള ആ ഒരു കടമകളിലൂടെ, ആ ഒരു ടീച്ചിങ് മോഡലിലൂടെ, കവിതയിലൂടെ ധാരാളം ആശയങ്ങൾ പ്രചരിപ്പിച്ച് അത് സമൂഹത്തിനും കുടുംബത്തിനും ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഒരു കവി തൻ്റെ കടമ നിർവഹിക്കുന്നത്. ആൻഡ് മീറ്റർ ഷുഡ് align well with the subject matter. നമ്മൾ നേരത്തെ പറഞ്ഞു വൊക്കാബുലറിയും മീറ്ററും ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദ ലാംഗ്വേജുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം മീറ്ററും, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റും. ആൻഡ് ഫോർ ദ എപ്പിക് വിച്ച് സെലിബ്രേറ്റ്സ് ദ എക്സ്പ്ലോയിറ്റ്സ് ഓഫ് princes and leaders and the sad stories of war, he considers Homer's dactylic hexameter the rightful meter for elegies and songs. ഇനി എലിജി അല്ലെങ്കിൽ എപ്പിക്കൊക്കെ എപ്പിക് എന്നുള്ളത് അതിൽ ഏതെങ്കിലും ഒരു നായകൻ്റെ അല്ലെങ്കിൽ യോദ്ധാവിൻ്റെ ധീരമായ പ്രവൃത്തികളൊക്കെ ആയിരിക്കാം ഈ എപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എപ്പിക്കുകൾ പറയുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ വാറിനെ കുറിച്ചൊക്കെയാണ് ഈ എപ്പിക്കിൽ പറയുന്നത്. വാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രാജകുമാരൻ്റെ പ്രയാണം, ജീവിതയാത്രയും അയാൾ നേരിടുന്ന പ്രതിസന്ധികളും അതിനെ തരണം ചെയ്യുന്നതൊക്കെയാണ് ഈ എപ്പിക്കിൽ പറയുന്നത്. ഹോമർ യൂസ്ഡ് ഡാക്ടിലി ഹെക്സാമീറ്റർ ഫോർ ഹിസ് എപ്പിക്സ്. ഹോമർ തൻ്റെ ഇലിയഡ്, ഒഡീസി തുടങ്ങിയ എപ്പിക്കുകളിൽ ഡാക്ടിലി ഹെക്സാമീറ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. And this dactylic hexameter is suitable for elegies and songs also. എലിജി മീൻസ് വിലാപകാവ്യം, അതേപോലെ തന്നെ സോങ്ങുകൾ, അങ്ങനെയുള്ള പാട്ടുകൾക്കൊക്കെ ഏറ്റവും നല്ലത് ഡാക്ടിലിക് ഹെക്സാമീറ്റർ ആണ്. ആൻഡ് ഫോർ ട്രാജഡി, കോമഡി ആൻഡ് സറ്റയേഴ്സ് ഇറ്റ് ഈസ് ഡാക്ടിലിക് പെൻഡാമീറ്റർ ഈസ് സ്യൂട്ടബിൾ. ഇനി ട്രാജഡി, കോമഡി, അതേപോലെ തന്നെ സറ്റയർ ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഡാക്ടിലിക് പെൻഡാമീറ്റർ ആണ്. മറ്റേത് ഹെക്സാമീറ്റർ ആണ്, 6 ഫുട്ടുള്ളത്. ഇത് പെൻഡാമീറ്റർ. Then his favorite form was the satire, the form performed by Greek and Latin traditions. ഇനി ഹൊറൈസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഫോം എന്നത് സറ്റയർ ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹൊറൈസ്, ജീനിയസ് മീൻസ് നാച്ചുറൽ എൻഡോമെൻറ്റ് ആൻഡ് ആർട്ട് ഈസ് ദ ട്രെയിനിങ് ഇൻ ലിറ്റററി സ്കിൽസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. what is the difference between genius and skill? ഇവിടെ പറയുന്നു അക്കോർഡിംഗ് ടു ഹൊറൈസ്, ജീനിയസ് മീൻസ് നാച്ചുറൽ എൻഡോമെൻറ്റ്. ഇറ്റ് ഈസ് ഇൻബോൺ ക്വാളിറ്റിയാണ്, നമ്മളുടെ ജന്മനാ ഉള്ള ജന്മസിദ്ധമായിട്ടുള്ള നമ്മുടെ കഴിവിനെയാണ് ജീനിയസ് എന്ന് പറയുന്നത്. ആൻഡ് ആർട്ട് ഈസ് എ ട്രെയിനിങ് ഇൻ ലിറ്റററി സ്കിൽസ്. ആർട്ട് എന്നത് ഇറ്റ് ക്യാൻ ബി അക്വേർഡ്, നമ്മൾ നേടിയെടുക്കുന്ന നമ്മളുടെ ലിറ്റററി സ്കിൽസ് ഉപയോഗിച്ച് ത്രൂ പ്രാക്ടീസ് ഓഫ് ട്രെയിനിങ്, ട്രെയിനിങ്ങിലൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ് കല. ആൻഡ് ഇൻ പോയട്രി, പെയിൻറ്റിങ്, മ്യൂസിക് ഓർ സ്കൾപ്ചർ നോ വൺ ക്യാൻ ബി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇനി ഈ പെയിൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൻ സ്ട്രീം കലകളിലൊന്നും എല്ലാവരും പെർഫെക്റ്റ് ആകണമെന്നില്ല. അൺലെസ് ഹി ഈസ് നാച്ചുറലി ഗിഫ്റ്റഡ് ആൻഡ് അണ്ടർടേക്സ് ദ നെസസറി ടോയിൽ ടു ലേൺ ഹിസ് ക്രാഫ്റ്റ്. എങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആകുന്നത് ഈ ഇൻബോൺ ക്വാളിറ്റി കൊണ്ട് മാത്രമാകില്ല, മറിച്ച് ഇൻബോൺ ക്വാളിറ്റിയും അതേപോലെ തന്നെ ത്രൂ പ്രാക്ടീസ് വേണം. അതോടൊപ്പം തന്നെ ആ ഒരു പെർഫെക്ഷനിലെത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് വേണം. അതോടൊപ്പം തന്നെ ഇൻബോൺ ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ, ആ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ he can be a good artist. Like Aristotle, he is more concerned with
ടോയിൽ ദാൻ നാച്ചുറൽ ഇൻസ്പിറേഷൻ ഓർ ജീനിയസ്. നാച്ചുറൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ജീനിയസ് എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആകുന്നില്ല, മറിച്ച് അതിൽ നമ്മളുടെ പ്രാക്ടീസ് വേണം, നമ്മളുടെ ഹാർഡ് വർക്ക് വേണം എന്ന അഭിപ്രായക്കാരനാണ് ഹൊറൈസ്. അരിസ്റ്റോട്ടലിനും ഇതേ കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഹിസ് വ്യൂസ് റിഗാർഡിങ് ജീനിയസ് ആൻഡ് ആർട്ട് ഈസ് ഇൻഡിവിസിബിൾ. അദ്ദേഹം പറയുന്നത് ദിസ് ജീനിയസ് ആൻഡ് ആർട്ട് ഈസ് ഇൻഡിവിസിബിൾ. അതിനെ നമുക്ക് വി കനോട്ട് സെപ്പറേറ്റ് ജീനിയസ് ആൻഡ് ആർട്ട്. ഈ ജീനിയസിനെയും ആർട്ടിനെയും നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ബോത്ത് ആർ ഇൻസെപ്പറബിൾ ഓർ ഇൻടാഞ്ചിബിൾ. അവർ രണ്ടും ഒന്നാണ്. അതായത് അത് രണ്ടും ചേർന്നാൽ മാത്രമേ ഒരു ഗുഡ് ആർട്ടിസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ദെൻ ഹൊറൈസ് വ്യൂസ് ഓൺ ഡ്രാമ. അടുത്തത് ഇത് എക്സാമിന് ചോദിക്കുന്നത് സാധാരണ പാരഗ്രാഫ് ആയിട്ടായിരിക്കും. ഹൊറൈസ് വ്യൂസ് ഓൺ ഡ്രാമ എന്നായിരിക്കും ചിലപ്പോൾ വാട്ട് ആർ ദി കോൺസെപ്റ്റ്സ് ഓഫ് ഹൊറൈസ് റിഗാർഡിങ് പോയറ്റിക് ഡിക്ഷൻ. അങ്ങനെ ഓരോ സെപ്പറേറ്റ് പാർട്ടായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ എസ്സേക്ക് ചോദിക്കാം. ഹൊറൈസ് ആൻഡ് ഹിസ് കോൺസെപ്റ്റ്സ് ഓഫ് പോയട്രി അങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിസ് വ്യൂസ് ഓൺ ഡ്രാമ. ഇനി അടുത്തത് അദ്ദേഹം ഡ്രാമയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്. ഹൊറൈസ് ഫോക്കസസ് 3 മെയിൻ ആസ്പെക്ട്സ് ഓൺ ഡ്രാമ, നെയിംലി പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് സ്റ്റൈൽ. നമ്മൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 6 കമ്പോണൻസ് ഉണ്ടായിരുന്നു. നാടകത്തിൽ 6 കമ്പോണൻസിന് പ്രാധാന്യം കൊടുത്താണ് അരിസ്റ്റോട്ടൽ പറയുന്നത്. ഇവിടെ ഹൊറൈസ് പറയുന്നത് 3 മെയിൻ ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ. ഏതൊക്കെയാണ്? പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് സ്റ്റൈൽ. Plot should be familiar and theme should be consistent with a beginning and an end. അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെയാണ് ഇറ്റ് ഷുഡ് ബി ഫെമിലിയർ. പ്ലോട്ട് ഫെമിലിയർ ആയിരിക്കണം, എല്ലാവർക്കും പരിചയമുള്ള കഥയായിരിക്കണം. അതായത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നൊക്കെ എടുത്ത കഥയായിരിക്കണം. ആൻഡ് തീം ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് ആൻ എൻഡ്. അതിനൊരു ഒരു കഥയ്ക്ക് ഒരു കെട്ടുറപ്പുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ഒരു തുടക്കം, അതേപോലെ തന്നെ ഒരു ഒടുക്കം, നല്ല ഒടുക്കം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഹി ഈസ് എഗെയിൻസ്റ്റ് ലെങ്തി ആൻഡ് ലൂസ് പ്ലോട്ട് ജസ്റ്റ് ലൈക്ക് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിനെ പോലെ തന്നെ ഒരു ലെങ്തി പ്ലോട്ട് അല്ലെങ്കിൽ ലൂസ് പ്ലോട്ട് അതിനൊക്കെ അദ്ദേഹം എതിരാണ്. അതായത് വെറുതെ ഒരു കഥ വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഹൊറൈസ്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഷുഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലംസ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരിക്കലും പുറത്തുനിന്നുള്ള ശക്തികളെ, ദൈവങ്ങൾ, നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രോജൻ വാറൊക്കെ നടക്കുന്ന സമയത്ത് ദൈവങ്ങൾ 2 ചേരിയായിട്ട് ഒരു ഭാഗത്ത് കുറേ ദൈവങ്ങൾ, ഒരു ഭാഗത്ത് കുറേ ദൈവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ലിറ്ററേച്ചറിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഈ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാൻ പാടില്ല. ദെൻ കോറസ് വാസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഗ്രീക്ക് ട്രാജഡി and so they should integrate the plot without disturbing the unity of action and its comments must lead to a noble end. ഇനി കോറസ് എന്നത് ഗ്രീക്ക് നാടകങ്ങളിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കോറസിൻ്റെ ഭാഗം. ആ കോറസ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ ഈ പ്ലോട്ടിനെ ഏകോപിപ്പിക്കുന്ന രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ their comments should lead to a noble end. ആ കഥയ്ക്ക് ഒരു നല്ല അവസാനം ഉണ്ടാകാൻ സഹായിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അവരുടെ കമൻറ്റുകൾ, ഈ കോറസിൻ്റെ അഭിപ്രായങ്ങൾ. ദെൻ പ്ലേസ് ഷുഡ് ഹാവ് 5 acts. ഇനി ഒരു നാടകത്തിന് സാധാരണ ഉള്ളതുപോലെ തന്നെ 5 സ്റ്റാൻഡേർഡ് ഡിവിഷൻസ് ആണ്. 5 ആക്റ്റുകൾ ഉണ്ടാകണം എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡിവിഷനാണ്. അങ്ങനെ 5 ആക്റ്റുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് അയാംബിക് മീറ്റർ ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഫോർ ബോത്ത് ട്രാജഡി ആൻഡ് കോമഡി. ട്രാജഡിക്കും കോമഡിക്കും പറ്റിയ ആ ഒരു മീറ്റർ എന്നത് അയാംബിക് മീറ്റർ ആണ്. അതാണ് ഏറ്റവും അനുയോജ്യമായത്. ആൻഡ് ഇൻ ട്രാജഡി ദർ ഷുഡ് ബി എക്സോൾട്ടഡ് പോയറ്റിക് ലാംഗ്വേജ് ഓഫൺ ഇൻ വേഴ്സ്, വൈൽ ഇൻ കോമഡി ഹംബിൾ കോമൺ ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രോസ്. ഇനി ട്രാജഡിയിൽ വേഴ്സ് രൂപത്തിൽ, കവിതാ രൂപത്തിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ മൊണോലോഗുകൾ, ജൂലിയസ് സീസറിൽ മാർക്ക് ആൻ്റണിയുടെ ആ ഒരു പ്രസംഗ സ്പീച്ച്, അതൊക്കെ വേഴ്സ് രൂപത്തിലാണ്. അങ്ങനെയുള്ള വേഴ്സ് ഫോം നമുക്ക് ഉപയോഗിക്കാം ട്രാജഡിയിൽ. അതേപോലെ തന്നെ കോമഡിയിൽ പ്രോ സ്റ്റൈലാണ് ഏറ്റവും നല്ലത്, സാധാരണക്കാരൻ്റെ ഭാഷയാണ് നല്ലത്.
Every speech should be appropriate to the character, its age, its sex, its circumstances and moods. ഇനി ഓരോ സ്പീച്ചുകളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും ഓരോ പ്രസംഗങ്ങളും അതൊക്കെ ഈ കഥാപാത്രത്തിനും അയാളുടെ പ്രായത്തിന് അയാളുടെ രൂപത്തിന് അയാളുടെ മൂഡിനൊക്കെ ആ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ളതായിരിക്കണം. അല്ലാതെ ആ ഒരു സാഹചര്യങ്ങളും പ്രസംഗവും വാക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാകാൻ പാടില്ല. ഇവയൊക്കെ തമ്മിൽ വാക്കും പ്രവൃത്തിയും തമ്മിലൊക്കെ നല്ല ബന്ധമുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലുള്ളതായിരിക്കണം ഓരോ വാക്കുകളും. ഇത്രയുമാണ് ഹൊറൈസ് പറയുന്നത്. ഇതിൽ നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ ചില കോൺസെപ്റ്റ്സുമായിട്ട് ആ ഒരു യോജിപ്പ് കാണാൻ സാധിക്കും. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ, അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത് നാടകത്തിന് 5 ആക്റ്റുകൾ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കണം എന്ന്. അതേ കോൺസെപ്റ്റാണ് ഇവിടെ ഹൊറൈസും പറയുന്നത്. അതേപോലെ തന്നെ ക്യാരക്ടർ, പ്ലോട്ട്, പിന്നീട് സ്റ്റൈൽ, ഈ 3 കോൺസെപ്റ്റ്സും അരിസ്റ്റോട്ടിലിൻ്റെ കോൺസെപ്റ്റ്സ് ആണ്. അതേപോലെ തന്നെ പോയട്രി ഷുഡ് ബി പ്ലഷർ ഗിവിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡൈഡാക്റ്റിക്. പ്ലഷർ ഗിവിങ് എന്നുള്ളത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ ജീനിയസ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ, ഡിവൈൻ ഇൻസ്പിറേഷനെതിരാണ് അരിസ്റ്റോട്ടിൽ. അതേപോലെ തന്നെ ഇദ്ദേഹവും ഹൊറൈസും പറയുന്നത് ഡിവൈൻ ഇൻസ്പിറേഷൻ മാത്രം പോരാ, അതോടൊപ്പം തന്നെ ഹാർഡ് വർക്കും വേണമെന്നാണ്. അപ്പോൾ ഇവരുടെ കോൺസെപ്റ്റിലൊക്കെ നമുക്ക് ആ ഒരു സാമ്യത കാണാൻ സാധിക്കും. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.